ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിലാണ്, സ്റ്റെപ്പ് 5. ദാറ്റ് ഈസ് നമ്മൾ 2 way സ്ലാബ് ആയതുകൊണ്ട് നമ്മൾ 2 ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ദാറ്റ് ഈസ് അലോങ് ഷോർട്ട് സ്പാൻ ആൻഡ് അലോങ് ലോങ് സ്പാൻ ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എവിടെയാണ്? മേജർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇൻ ദി മിഡിൽ സ്ട്രിപ്പിലാണ്. അപ്പോൾ അലോങ് ഷോർട്ട് സ്പാൻ ആണെങ്കിൽ മിഡിൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്താണ്? ഇറ്റ് ഈസ് 3/4 LY ആണ്. LY നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ LX നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് സ്ട്രിപ്പ് വരുന്നത് 1/8 LY ബോത്ത് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ 3/4 LY എന്താണ്? 3/4 ഇൻറ്റു LY 5.16, ദാറ്റ് ഈസ് 3.87 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ കൊടുക്കുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്തണം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ഈ ഇക്വേഷൻ നമ്മൾ കുറേ ഇതിൽ ചെയ്തതാണ്. ദാറ്റ് ഈസ് PT എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഈക്വൽ ടു 50 ഇൻറ്റു FCK/FY ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4.6 MU ഡിവൈഡഡ് ബൈ FCK/BD². അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി കാണാതെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അനക്സ് ജിയിലെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AST കണ്ടെത്താം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൽ നിങ്ങൾ MU എടുക്കേണ്ടത് അലോങ് ഷോർട്ട് സ്പാൻ ആയതുകൊണ്ട് MU എടുക്കേണ്ടത് ഇറ്റ് ഈസ് MUX വാല്യൂ ആണ്. അപ്പോൾ MUX വാല്യൂ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ക്ലാസ് കണ്ടുപിടിച്ചാണ്. 18.33 kN ആണ്. അപ്പോൾ ആ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുത്താൽ 18.33 ഇൻറ്റു 18.33 ഇൻറ്റു 10⁻⁶ Nm, B നമ്മൾ 1000 mm, D 160 mm. അപ്പോൾ ഇതിന് ഈ വാല്യൂസ് നമ്മൾ ആ നേരത്തെ കാണിച്ചിട്ടുള്ള ഇക്വേഷനിൽ കൊടുത്താൽ വി വിൽ ഗെറ്റ് എ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആസ് 0.2%. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, 0.2% കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുക. 0.2% കിട്ടും. അപ്പോൾ 0.2% ആണെങ്കിൽ AST എന്താണ്? ദാറ്റ് ഈസ് PT ഇൻറ്റു BD. ദാറ്റ് ഈസ് PT എന്ന് പറഞ്ഞാൽ 0.2%, ദാറ്റ് ഈസ് 0.2 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു BD. B എന്നാണ് 1000, D എന്ന് പറഞ്ഞാൽ 160, ദാറ്റ് ഈസ് 320 mm² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AST ഈക്വൽ ടു 320 mm² എന്ന് കിട്ടി. ഇനി നമ്മൾ 8 mm ബാർസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8 mm ബാർസ് ആണ്. അപ്പോൾ ഒരു 8 mm ബാറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? ഇറ്റ് ഈസ് 5/4 ഇൻറ്റു 8², ദാറ്റ് ഈസ് 50.26 mm². അപ്പോൾ നമ്മൾ സ്പേസിങ് എങ്ങനെ കണ്ടെത്തും? ദാറ്റ് ഈസ് സ്പേസിങ് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് 1 സ്റ്റീൽ ബാർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഇൻറ്റു B, ദാറ്റ് ഈസ് 1000. നമ്മൾ 1000 mm കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് 50.26 ഡിവൈഡഡ് ബൈ AST എന്താണ്? 320 ഇൻറ്റു 1000, ദാറ്റ് ഈസ് 157.1 mm എന്ന് കിട്ടും. പക്ഷേ നമ്മൾ ഒരു റൗണ്ട് ഓഫ് വാല്യൂ ചെയ്യും. പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് 150 mm സെൻറ്റർ ടു സെൻറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പേസിങ് 150 mm പ്രൊവൈഡ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊവൈഡഡ് AST നമുക്ക് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തും? അപ്പോൾ പ്രൊവൈഡഡ് AST കണ്ടെത്താൻ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് AST എന്ന് പറഞ്ഞാൽ AST പ്രൊവൈഡഡ് ഈക്വൽ ടു നമ്മൾ 1000 mm സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 150 mm ആണ്. അപ്പോൾ ഇത്ര നമ്പർ ഓഫ് ബാർസ് വരും. ഒരു ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 8 mm ആയതുകൊണ്ട് 50.26 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 335.33 mm². ഇത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ AST പ്രൊവൈഡഡ് നമുക്ക് എന്ത് കിട്ടും? 335.33 mm² എന്ന് കിട്ടും. ഇനി നമുക്ക് AST പ്രൊവൈഡഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് മിനിമം AST റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മിനിമം AST നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഫോർ FE 415 ആണെങ്കിൽ
ഇറ്റ് ഈസ് 0.12% ഓഫ് ബി ഡി. ഡി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെപ്ത് ആണ്. ദാറ്റ് ഈസ് ഓവറോൾ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ 0.12% ആണ്. ദാറ്റ് ഈസ് 0.12/100 ഇൻറ്റു പി 1000 ആണ്. ഡി 180 mm ആണ്. ദാറ്റ് ഈസ് നമ്മൾ മിനിമം എന്ത് പ്രൊവൈഡ് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് 216 mm സ്ക്വയർ. മിനിമം എസ്റ്റിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലോസ് 26.5.2.1. ഈ ക്ലോസ് ഒന്ന് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 0.12% ഓഫ് ഓവറോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിക്കോട്ടു 216 mm സ്ക്വയർ. നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? വി ഹാവ് പ്രൊവൈഡഡ് എ വാല്യൂ ഓഫ് 335.33 mm സ്ക്വയർ. ദാറ്റ് ഈസ് മിനിമത്തിനേക്കാളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു പ്രൊവൈഡ് 8 mm ഡയമീറ്റർ, 150 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ദി മിഡിൽ സ്ട്രിപ്പ്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് ഇൻ ദി മിഡിൽ സ്ട്രിപ്പ് ഓഫ് ദി അലോങ് ദി ലോങ്ങർ സ്പാൻ. ലോങ്ങർ സ്പാനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തണം. അപ്പോൾ ലോങ്ങർ സ്പാനിൻ്റെ മിഡിൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്താണ്? ഇറ്റ് ഈസ് 3/4 LX ആണ്. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു LX എന്ന് പറഞ്ഞാൽ എന്താണ്? 4160 mm ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 ഇൻറ്റു 4160 mm നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ആ വാല്യൂ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്തണം. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിന് നമുക്ക് MU കൊടുക്കേണ്ട എന്താണ്? അലോങ് ലോങ്ങർ സ്പാൻ ആയതുകൊണ്ട് MUY ആണ്. ബി 1000 mm ആണ്. ഡി എന്താണ്? ഡി 160 mm ആണ്. ദാറ്റ് ഈസ് നമ്മൾ വിഡ്ത്ത് ഓഫ് മിഡിൽ സ്ട്രിപ്പ് വരുന്നത് 3/4 4160 mm ആണ്. ദാറ്റ് ഈസ് 3.12 mm ആണ്. ദാറ്റ് ഈസ് MUY നമുക്കറിയാം. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ST കണ്ടുപിടിക്കാനുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ MUY കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് 13.69 kN/m. നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്ററിലാക്കിയിട്ടാണ് അതിൽ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 13.69 ഇൻറ്റു 10⁻⁶ Nm. എല്ലാം ന്യൂട്ടൺ mmലാക്കിയിട്ടാണ് ആ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ FCK എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ ന്യൂട്ടൺ mm². അപ്പോൾ നിങ്ങൾ ന്യൂട്ടൺ mmൽ എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.152% ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ST എന്താണ്? 0.152/100 ഇൻറ്റു BD. ബി എന്ന് പറഞ്ഞാൽ 1000, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 160 mm ആണ്. അപ്പോൾ അതിൻ്റെ AST എത്ര കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന AST എന്ന് പറഞ്ഞാൽ 243.23 എന്ന് കിട്ടും. ഈ വാല്യൂ എത്ര കിട്ടും? 243.23. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്പേസിങ് കണ്ടെത്തണം. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 1 സ്റ്റീൽ ബാർ. 8 mm ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് 1 സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ 50.26 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ദാറ്റ് ഈസ് 243.33 ഇൻറ്റു ബി. നമ്മുടെ 1000 mm ആണ്. നമ്മൾ 1 മീറ്റർ സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റു 1000. ദാറ്റ് ഈസ് 1 മീറ്ററിൽ നമ്മൾ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് 206.71 mm ആണ് സ്പേസിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 206.71 mm. ദാറ്റ് ഈസ് 8 mm. AST എന്താണ്? അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് 206.71 mm ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ഓഫ് ചെയ്തിട്ട് 200 mm ആക്കും. 200 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ 200 mm സെൻറ്റർ ടു സെൻറ്റർ ആണെങ്കിൽ AST പ്രൊവൈഡഡ് നമ്മളെങ്ങനെ കണ്ടെത്തും? AST പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 200 ആണ്. ദാറ്റ് ഈസ് 1000 mmൽ നമ്മൾ സ്പേസിങ് 200 കൊടുത്താൽ 1000/200 നമ്പർ ഓഫ് ബാർസ് ഉണ്ടാവും. ഇൻറ്റു π/4 ഇൻറ്റു 8 mm ബാർസ് ആണ്. അപ്പോൾ π/4 × 8² ദാറ്റ് 50.26 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് എ വാല്യൂ ഓഫ് 251.13. അപ്പോൾ AST മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 251.13. അല്ല, മിനിമം അല്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST 251.13 ആണ്. ഇനി നമ്മൾ എത്രയുണ്ട്? ഇനി നമ്മൾ നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ദി AST മിനിമം.
എസ് ടി മിനിമം വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ എസ് ടി മിനിമം എന്ത് കൊടുക്കണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 216 mm² എങ്കിലും, ദാറ്റ് ഇസ് 0.12% എങ്കിലും ഓവറോൾ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ 0.12% എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? എസ് ടി പ്രൊവൈഡഡ് നമ്മൾ 251 ആണ്, മിനിമം 216 ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ്? മിനിമം റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എലോങ് വൈ ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് വി ആർ പ്രൊവൈഡിങ് 8 mm ബാർസ് അറ്റ് 2 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ അനെക്സ് ഡിയിൽ പറയുന്നത് നമ്മൾ എഡ്ജസിൽ കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് മിനിമം, എഡ്ജ് സ്ട്രിപ്പിൽ കൊടുക്കേണ്ടത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി എന്നാണ് നമ്മൾ അനെക്സ് ഡിയിൽ പറയുന്നത്. ആ ക്ലോസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ മിനിമം എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? വി ആർ പ്രൊവൈഡിങ് എ മിനിമം ഓഫ് 216 mm. മിനിമം എ എസ് ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 216 mm², ദാറ്റ് ഈസ് 0.12% ഓഫ് ബി ഡി. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിക്കാത്തത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? മിനിമം 216 mm കൊടുക്കണം. അപ്പോൾ ഒരു ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 50.26, ദാറ്റ് ഈസ് 216 ഡിവൈഡഡ് ബൈ 50.26, ദാറ്റ് ഈസ് 4.3 ബാർസ് കൊടുക്കണം. അപ്പോൾ 4.3 ബാർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5 ബാർസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു 5 നമ്പർ ഓഫ് ബാർസ് എന്ത് ചെയ്യും? ഓരോ എഡ്ജിൽ നമ്മൾ എഡ്ജ് സ്ട്രിപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, മിഡിൽ സ്ട്രിപ്പിൽ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. MUXും MUYയും ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിഡിൽ സ്ട്രിപ്പിൽ ബോത്ത് എലോങ് ഷോർട്ട് സ്പാൻ ഡയറക്ഷനും ലോങ് സ്പാൻ ഡയറക്ഷനും കണ്ടെത്തുക. ഇനി എഡ്ജ് സ്ട്രിപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത് മിനിമം AST ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. എഡ്ജ് സ്ട്രിപ്പിൽ കൊടുക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് മിനിമം AST ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് മിനിമം AST എന്ന് പറഞ്ഞാൽ 216 ആണ്, 216 mm² ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഏരിയ കൊടുക്കുന്നുണ്ട്. ഒരു ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 50.26 ആണ്. നമ്മൾ 8 mm കൊടുക്കുന്നത് കൊണ്ടാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ 4.3 ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 5 നമ്പർ ഓഫ് ബാർസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? എലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ നമ്മൾ 5 ബാർസ് എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ എഡ്ജ് സ്ട്രിപ്പിലും കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഡയറക്ഷനിലുള്ള മിഡിൽ സ്ട്രിപ്പിലും കൊടുത്തു, എഡ്ജ് സ്ട്രിപ്പിലും കൊടുത്തു, വൈ ഡയറക്ഷനിലുള്ള മിഡിൽ സ്ട്രിപ്പിലും കൊടുത്തു, അതുപോലെ തന്നെ എഡ്ജ് സ്ട്രിപ്പിലും കൊടുത്തു. ഇനി നമുക്ക് ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റീൽ പ്രൊവൈഡഡ് ഇൻ ഈച്ച് ലെയർ. നമ്മൾ 2 ലെയറായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോ ലെയറിലും നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് 3/4 ഓഫ് മാക്സിമം മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ മാക്സിമം വരുന്നതിൻ്റെ എന്ത് ചെയ്യണം? 3/4 പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ മാക്സിമം AST ഇൻ മിഡ് സ്പാൻ എത്ര വരുന്നത്? 335.3 mm². ദാറ്റ് ഈസ് നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യും? മാക്സിമം മിഡ് സ്പാനിൽ 335 ആണ് വരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചതാണ് 335 എന്ന വാല്യൂ. അപ്പോൾ അതിൻ്റെ 3/4 ദാറ്റ് ഈസ് 251.49 mm² നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ മെഷായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോർഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആസ് മെഷായിട്ടാണ്. ഇങ്ങനെ ഒരു മെഷ് രൂപത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ LX/5 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ക്ലോസ് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ LX/5 ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 4160/5, ദാറ്റ് ഈസ് 832 mm എന്ത് എടുക്കണം? എക്സ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കണം. വൈ ഡയറക്ഷനിൽ കൊടുക്കേണ്ടത് Ly/5 ആണ്. ദാറ്റ് ഈസ് 5160/5, ദാറ്റ് ഈസ് 1032 mm കൊടുക്കണം വൈ ഡയറക്ഷനിൽ. അപ്പോൾ
അതിൻ്റെ സ്പേസിങ്ങും കൂടി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 മീറ്ററിലാവുമ്പോൾ സ്പേസിംഗ് ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ 8 mm ആണ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 50.26 ആണ് 8 mm ബാർസിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ. നമ്മൾ 3/4 ഓഫ് മാക്സിമം എത്രയാണ് കണ്ടുപിടിച്ചത്? 251.49. ദാറ്റ് ഈസ് 251.49 ഇൻറ്റു 1000. 1 മീറ്റർ സ്ട്രിപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 199.8 mm എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് സ്പേസിങ് ഓഫ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 190 mm സെൻറ്റർ ടു സെൻറ്റർ എന്ത് ചെയ്യും? സ്പേസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു ഡ്രോ ദി ക്രോസ് സെക്ഷൻ. അതിൻ്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കണം. ആദ്യം നമ്മൾ എന്താണ് ഷോർട്ട് സ്പാൻ ഡയറക്ഷനിൽ ഷോർട്ട് സ്പാനിൽ വരുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഷോർട്ട് സ്പാനിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇത് കാണിക്കുന്നത്. മിഡ് സ്പാനിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇതാണ് 8 mm ബാർ സെറ്റ് മിഡ് സ്പാനിൽ വരുന്ന ഇതാണ് 8 mm ബാർ സെറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. നമ്മൾ ഫസ്റ്റ് മിഡ് സ്പാനിൽ കണ്ടെടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm ബാർസ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഇത് നമ്മൾ കാണുന്നത് അലോങ് വൈ ഡയറക്ഷനിലുള്ള ദാറ്റ് ഈസ് 8 mm ബാർ സെറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. 160 mm ആണ് എന്ത് എഫക്റ്റീവ് ആയിട്ടുള്ള എന്ത് ഡെപ്ത്ത്. ഓവറാൾ ഡെപ്ത്ത് എന്താണ്? 90 mm ആണ്. ഇനി നമ്മൾ ബെൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാർ ബെൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് 0.15 mm ആണ്. ദാറ്റ് ഈസ് 624 mm എന്ന് കിട്ടും. ഇനി അലോങ് വൈ ഡയറക്ഷനിൽ ദാറ്റ് ഈസ് ലോങ് സ്പാനിൽ വരുന്നത് ദാറ്റ് ഈസ് 5.3 മീറ്റർ ആണ് ലോങ് സ്പാൻ വരുന്നത് സെൻറ്റർ ടു സെൻറ്റർ വരുന്നത്. ഇനി ഇവിടെ കാണുന്നതാണ് എന്ത് ലോങ് സ്പാനിൽ വരുന്നത് ദാറ്റ് ഈസ് 8 mm 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി ഈ ഡോട്ടഡ് ആയിട്ട് കാണുന്നതാണ് ഷോർട്ട് സ്പാനിൽ വരുന്നത് ദാറ്റ് ഈസ് 8 mm 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഈ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബെൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് towards the center of support at a distance of 0.15 ly that is 774 mm ലാണ്. അപ്പോൾ നമ്മൾ അലോങ് എക്സ് ഡയറക്ഷനിലും അലോങ് വൈ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിത്രം നിങ്ങൾ വരയ്ക്കണം. എന്നാലേ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ പ്ലാനും കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്ലാനും വരക്കാം. ഇനി ബോട്ടം റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ടോപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് നമ്മളെ എന്ത് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. LX LY കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1032. ഇവിടെ 832 1032 അതിൻ്റെ മെഷീൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി അലോങ് എക്സ് ഡയറക്ഷനിൽ വരുന്നത് 8 mm ബാർസ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഇവിടെയാണ് എന്ത് വരുന്നത്? നമ്മളെ മിഡിൽ സ്പാനിൽ വരുന്നത്. അപ്പോൾ മിഡ് സ്പാനിൻ്റെ വെടുത്ത് എഴുതുക 3.87. ഇനി അതിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ദാറ്റ് ഈസ് 8 mm ബാർസ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി വൈ ഡയറക്ഷനിൽ വരുന്നതാണ് എന്ത് ഈ പച്ച കാണിച്ചിട്ടുള്ളത്. അതാണ് 8 mm ബാർസ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി അതിൻ്റെ ടോപ്പിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ബോട്ടാണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ബെൻഡ് ചെയ്തിട്ടുള്ളത് ആൾട്ടർനേറ്റീവ് ബാർസ് ബെൻഡ് ചെയ്യുന്നുണ്ട്. ആ ബെൻഡ് ചെയ്തിട്ടുള്ള ബാർസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ
ലെങ്ത്തും ബ്രെഡ്ത്തും പറഞ്ഞിട്ടുണ്ട് LX/5ഉം LY/5ഉം അതാണ് 1032ഉം 831ഉം വരുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലാനും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എഡ്ജ് സ്ട്രിപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്, നമ്മളെല്ലാ വാല്യൂസും വെച്ചിട്ടുള്ള പ്ലാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സ്പാനിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുക. ലോങ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലോങ് സ്പാൻ, അപ്പോൾ അതിനെ ലോങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. ആൾട്ടർനേറ്റീവ് ബാർസ് നമ്മൾ ബെൻഡും ചെയ്യാറുണ്ട്, അതാണ് ഈ ടോപ്പിൽ കാണിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എല്ലാം അടയാളപ്പെടുത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈന് വരുന്നത്. ഇനി ഇതിന് ഒരു ടൈപ്പ് ഡിസൈനും കൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതൊരു 20 മാർക്കിൻ്റെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കഴിഞ്ഞ അതിന് മുന്നത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലൊക്കെ 20 മാർക്കിനാണ്, ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങളൊരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഈ പ്രോബ്ലം ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. വളരെ സിമ്പിളാണ്. നിങ്ങളെന്ത് ചെയ്യുക, ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.